അപ്രതീക്ഷിതമായ തീരുമാനമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പാലക്കാട് ഡിവിഷന് ദയാവധം അനുവദിക്കുന്ന സംബന്ധിച്ചുള്ള നടപടികളുടെ തുടക്കമാണെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാവണം. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ എംപിമാരെല്ലാവരും നേരത്തെ റെയിൽവേ മന്ത്രാലയവുമായി മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് ലഭിച്ചിരുന്നതാണ്. ഇത്തവണത്തെ ജനറൽ ബോഡി മീറ്റിംഗ്, ഇത്തവണത്തെ നമ്മുടെ സദേൺ റെയിൽവേയുടെ ഇവിടുത്തെ മീറ്റിംഗ് പാലക്കാട് വെച്ചിട്ടാണ് അന്ന് നടന്നത്. അന്ന് കൂടുതൽ സൗകര്യങ്ങൾ പാലക്കാട് ഉറപ്പുവരുത്തേണ്ട നടപടികൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിരുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടും വിരുദ്ധമായിട്ടുമാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനം ഒക്ടോബർ മുതൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അത്തരം ഒരു തീരുമാനം നടപ്പിലാക്കാൻ റെയിൽവേ തുനിയരുത്. ആ തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പുറകോട്ട് പോകണം. ഇത് വരുമാന ശോഷണത്തിന്റെ പേര് പറഞ്ഞിട്ട് ഭാവിയിൽ നമുക്ക് അനുവദിക്കേണ്ട ട്രെയിനുകളുടെ, അനുവദിക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കാനുള്ള തീരുമാനമാണ്. പലതരത്തിലുള്ള ക്രൈറ്റീരിയൻ ഉണ്ടാക്കുകയാണ്. കാലിനനുസരിച്ച് ചെരുപ്പിടാനല്ല നോക്കുന്നത്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഇവിടുത്തെ വരുമാനം കുറയണമെന്ന് തീരുമാനിക്കുക. ഇവിടെ കിട്ടുന്ന ഇൻകം കുറഞ്ഞാൽ, ഒരു വർഷം കിട്ടുന്ന ഇൻകം 10-50 കോടി രൂപ കുറയാൻ ഇത് തന്നെ കാരണമാകുമ്പോൾ ആ പേര് പറഞ്ഞ് ഫർദർ ഫണ്ടുകൾ നമുക്ക് അനുവദിക്കുന്ന കാര്യത്തിലും കൂടെ വീഴ്ച വരുത്തിയാൽ അത് നമ്മളോടുള്ള വലിയ കടുത്ത അവഗണനയ്ക്ക് വഴിവെക്കും. അതുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം ഒരിക്കലും ഉണ്ടാവരുത്.